അതില്ല. പക്ഷെ ഇപ്പം ഇവിടുത്തെ ഏതെങ്കിലും മിനിസ്റ്റർക്കെതിരെയോ ഇപ്പൊ പിണറായി വിജയന്റെ മകൾക്കെതിരെയൊക്കെ ആണെങ്കിൽ ഇത് ഇടുന്നതെങ്കിൽ അവർ ദുബായിലല്ല അമേരിക്ക വരെ പോയി പിടിച്ചിട്ട് വരും. അത് ഈ ഇരട്ട നീതി ഇവിടെ പാടില്ല എന്നുള്ള മാത്രമേ ഉള്ളൂ. ഈ ദീപക് സൈബർ സ്പേസിൽ ഒരു പുള്ളി ചെയ്ത് ഇപ്പൊ ആത്മഹത്യ ചെയ്യാതെ ഇതിനെ ഇപ്പൊ കുറെ ഫെമിനിസ്റ്റുകൾ എഴുതുന്നുണ്ട് എന്തുകൊണ്ട് അവൻ ഇത് പോലീസ് സ്റ്റേഷനിൽ പോയില്ല. അദ്ദേഹം പോയിരുന്നെങ്കിലും അദ്ദേഹത്തിന് നീതി കിട്ടിയിരുന്നതേ ഞാൻ എന്റെ എക്സ്പീരിയൻസിൽ നിന്ന് പറയുള്ളൂ. അതുകൊണ്ട് ഈ സമൂഹവും ഇവിടുത്തെ നീതിന്യായ വ്യവസ്ഥയും ചേർന്നാണ് ഈ ദീപക്കിനെ കൊന്നു കളഞ്ഞത്. അന്ന് നിങ്ങൾക്ക് ഷിംജിതയിലേക്ക് കല്ലെറിഞ്ഞ് ആരോപിക്കാൻ വേണ്ടി പറ്റില്ല. ഷിംജിത് അതിനകത്ത് ഒരു അബദ്ധവശാലോ ഒരാളായി പോയി, അതിനകത്ത് ഒരു കണ്ണിയായി പോയി മാത്രമെന്നേ ഞാൻ പറയുന്നുള്ളൂ. അതുകൊണ്ട് ഷിംജിതേനെയും അതേപോലെ അതേ നാണയത്തിൽ സൈബർ ബുള്ളിങ് ചെയ്യരുത്. അവർക്കും ഒരു ലൈഫ് ഉള്ളതാണ്. ഇനി ഇപ്പൊ ജയിലിൽ നിന്നൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാലും ഒക്കെ അവർക്ക് ലൈഫ് ഉള്ളതാണ്. അതുപോലെ എനിക്കും ലൈഫ് ഉള്ളതാണ്. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ, ഞാൻ അത്ര വലിയ സ്ട്രോങ് ആയിട്ടുള്ള ആളൊന്നുമല്ല, എനിക്കും പേടിയുണ്ട്. ഞാൻ സ്ട്രോങ് ആയി എന്നൊക്കെ എല്ലാവരും പറഞ്ഞിട്ടുണ്ടെങ്കിലും ഞാൻ പേടിച്ചാണ് ഇന്നലെ വന്നത്. അതുകൊണ്ട് പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സ്ത്രീകളോട് സ്നേഹം ഉണ്ടെങ്കിൽ ഇപ്പൊ അവരാരാണ് അവരുടെ പ്രൊഫഷൻ, ഞാനൊരു ടീച്ചറായിട്ട് സ്ത്രീകളെ ക്രൂരമായി യഥാർത്ഥ പീഡനം എന്ന് പറയുന്ന കാര്യം ചെയ്യുന്നുണ്ടല്ലോ. ഞാൻ പറയുന്നത് ഈ 10 തവണ ഒരുമിച്ച് ഇരുന്ന് എല്ലാം കഴിഞ്ഞിട്ട് അവസാനം കൊണ്ടുപോയി എല്ലാ പ്രശ്നങ്ങളെല്ലാം ഇവർ തമ്മിൽ പ്രശ്നമായി കഴിയുമ്പോൾ കേസ് കൊടുക്കുന്നവരെ കുറിച്ചല്ല കേട്ടോ. അല്ലാതെ കൃത്യമായിട്ട് നമ്മുടെ ഡൽഹിയിൽ നടന്ന പോലെ ഉന്നാവ പീഡനം പോലെ അത്തരത്തിൽ പീഡനം ചെയ്യുന്നവന്മാരെ കൃത്യമായിട്ട് പറഞ്ഞാൽ സൗദിയിലെയൊക്കെ പോലത്തെ നിയമങ്ങൾ ഇവിടെ വരണമെന്ന് ചിന്തിക്കുന്ന ആളാണ് ഞാൻ. കൊന്നവനെ കൊല്ലുന്ന നിയമം വരണം. അല്ലെങ്കിൽ ഇത്തരത്തിൽ പീഡിപ്പിക്കുന്നതിന് മേലെ അവനിനി ഒരിക്കലും അവനെയൊക്കെ സത്യം പറഞ്ഞാൽ വന്ധീകരിക്കണം, അവനെയൊക്കെ വന്ധീകരിച്ച് കളഞ്ഞേക്കണം. അത്തരത്തിൽ ചിന്തിക്കുന്ന ആളാണ് ഞാൻ. തീർച്ചയായിട്ടും അത്തരത്തിൽ അങ്ങനെയുള്ള കേസുകളിൽ നമ്മൾ കൃത്യമായിട്ട് നിലപാടെടുക്കുന്ന ആൾക്കാരല്ലേ. കൃത്യമായിട്ട് എഴുതിയിടുകയും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ അതിനുവേണ്ടി ഉപയോഗിക്കുകയും എന്തൊക്കെ ചെയ്യാൻ പറ്റും അതെല്ലാം ചെയ്യുന്നവരാണ്. എല്ലാവരും ഇതേപോലെ ചെയ്യണം, എല്ലാവരും ഇതുപോലെ റെസ്പോൺസിബിൾ ആയിട്ട് ബിഹേവ് ചെയ്യാൻ വേണ്ടി പഠിക്കണം. പക്ഷേ ഇന്നത്തെ നമ്മുടെ ന്യൂ ജനറേഷൻ പിള്ളേരാണെങ്കിൽ പോലും ജെൻസി പിള്ളേരാണെങ്കിൽ പോലും അത്രയും പൊളിറ്റിക്സ് ഇല്ല അവർക്ക്. അതാണ് പ്രശ്നം. അപ്പൊ എല്ലാ കാര്യത്തിലും മനസ്സിലായോ? ഇപ്പൊ നിങ്ങളുടെ ശ്രദ്ധിച്ചോളൂ. ഈ വെടിയെന്നും വേശി എന്നൊക്കെ കമന്റ് ഇടുന്നവന്മാര് ജെൻസി ആകണമെന്നും യാതൊരു നിർബന്ധമില്ല. എനിക്കെതിരെ വീഡിയോ ഇട്ടാറില്ല. ഏകദേശം എന്റെ പ്രായമുള്ള ആൾക്കാരൊക്കെ തന്നെയാണ് ഏകദേശം. അതുകൊണ്ട് ജെൻസി ആണോ അല്ലയോന്നൊന്നും എനിക്കറിയത്തില്ല. ജെൻസി ഇപ്പൊ എനിക്കെതിരെ ഞാൻ ലൈവ് പോയപ്പോ ഒരു ലിംഗം കാണിച്ചോണ്ട് പെട്ടെന്ന് ഒരുത്തൻ കയറി വന്ന് ലിംഗം കാണിച്ചു. ഞാൻ അവനെതിരെ കംപ്ലൈന്റ് കൊടുത്തപ്പോഴേ അവൻ 16 വയസ്സുള്ള സെമിനാരിൽ അച്ഛനാവാൻ പഠിക്കുന്നവൻ. ഒന്ന് ആലോചിച്ച് നോക്കിയേ. അവൻ വന്നിട്ട് നേരെ എന്റെ കാലെ പിടിച്ചു, കാലെ വീണു. അവന്റെ കാലെ വീണ് അവൻ കാലെ പിടിക്കുന്നുണ്ട്. അറിയാം അവൻ നമ്മളോട് ഇത് ഒരു ഫീലിംഗ് കാരണമാണ് കാലെ പിടിക്കുന്നതെന്ന്. അതായത് പോലീസ് സ്റ്റേഷനിൽ വരെ എനിക്കത് മനസ്സിലായി. അവൻ ആ ഒരു രീതിയിലാണ് എന്റെ കാലെ പിടിച്ചതെന്ന്. അപ്പൊ സ്ത്രീകൾക്ക്, ഇപ്പൊ പുരുഷന്മാർക്ക് അതുണ്ടോന്ന് എനിക്കറിയില്ല, പക്ഷെ സ്ത്രീകൾക്ക് നമ്മുടെ അടുത്ത് വന്ന് നിന്നിട്ട് അയാൾ ചിലപ്പം എന്താ പറയാ, അയാളുടെ സാമീപ്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും അത് എന്താ ഒരു നല്ല ഒരാളാണ് സമീപ്യം. ഇപ്പൊ ഞാനൊരു പുരുഷന്മാർക്കും അല്ല, എനിക്കത് അറിയില്ലെന്ന് പറയാം. തെറ്റിദ്ധാരണ എന്നല്ല, എനിക്കത് അറിയത്തില്ലെന്നാ ഞാൻ പറഞ്ഞു. മനസ്സിലാവുന്ന എനിക്കത് ഇപ്പോഴാണ് ഞങ്ങൾക്കും മനസ്സിലാവും കേട്ടോ. ഈ ഒരു വിഷയം ഉദ്ദേശം അറിയാം. ഇങ്ങനെ ക്യാമറ ആയിട്ട് വരുന്നവന്മാരെ ഞങ്ങൾക്ക് തിരിച്ചു പിടിക്കാൻ അറിയാമെന്ന് പറഞ്ഞതേ ഉള്ളൂ. അതിനെപ്പറ്റി റിയൽ ആയിട്ട് വരുന്നവരല്ല പറയുന്നത്. ഫേക്ക് ആയിട്ട് വരുന്ന പെൺകുട്ടികളെ കുറിച്ച് അല്ലെങ്കിൽ പെൺ മനസ്സുകളെ കുറിച്ച് മാത്രമേ ഇവിടെ സംസാരിക്കുന്നുള്ളൂ. ജനറലൈസ് ചെയ്ത് സംസാരിക്കുന്നില്ല. ഓൾറെഡി പറഞ്ഞു വെക്കുന്നു. അപ്പം അത് നമുക്ക് മനസ്സിലാവും. അപ്പം അങ്ങനെ മനസ്സിലാവുമ്പോൾ ഇപ്പൊ ഒരു പെൺകുട്ടിക്ക് ഇങ്ങനെ ടച്ച് ശരിയല്ലെന്ന് ഇപ്പം ബാഡായിട്ട് ടച്ച് ചെയ്തു, അപ്പൊ ഒരാൾ വീഡിയോ എടുക്കുകയാണ്. ഇനിയിപ്പം അതാണ് എന്റെ ചോദ്യം, അതേ ഉള്ളൂ. ഇനി പോലീസ് സ്റ്റേഷനിൽ നിങ്ങൾ പോയി പരാതി കൊടുക്കാൻ പറഞ്ഞാൽ പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുത്ത് നീതി കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യണം? അപ്പൊ ഇടണം. എങ്ങനെ ഇടണം? ഇത് നടന്നിട്ടില്ലല്ലോ അത്. അപ്പൊ സോഷ്യൽ മീഡിയ ഇടണം. അപ്പൊ അയാൾ മരിച്ചാലോ? അപ്പൊ മരിച്ചാൽ അത് നമുക്ക് കൃത്യമായിട്ട് പറയാൻ കാണിക്കാനെങ്കിലും ഒരു കാര്യമില്ല. ലൈംഗിക അസോൾട്ട് കാണുന്നില്ല. പക്ഷെ ആ കുട്ടിക്ക് ലൈംഗിക അസോൾട്ട് ഉണ്ടായിട്ടുണ്ട്. എടുത്തു വന്നപ്പോഴത്തേക്ക് അവൻ മനസ്സിലായി. അവൻ എന്നിട്ട് മാറി നിന്നു. അതുകൊണ്ട് പോലീസ് കേസെടുത്തില്ല. ആ പെൺകുട്ടിക്ക് ഇത് ഇട്ടപ്പോഴും പെൺകുട്ടിക്കാണ് സൈബർ ബുള്ളിങ് ഇടുന്നത്. ഈ ട്രെൻഡ് ആവാൻ വേണ്ടി ഇട്ടതല്ലേ. അപ്പൊ ആ പെണ്ണ് പോയി ആത്മഹത്യ ചെയ്യണോ? ആ പെണ്ണ് അവിടെ സഹിച്ചിരിക്കണോ?